സമാധാന മതക്കാരെക്കുറിച്ച് ചില സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ആരാണ് ഈ ഭയം സൃഷ്ടിക്കുന്നത്? കഴിഞ്ഞ 2 വീഡിയോസ് കഴിഞ്ഞപ്പോൾ എൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉറ്റവരും ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അച്ഛൻ ഇങ്ങനെ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അച്ഛൻ സൂക്ഷിക്കണം, എന്തും ചെയ്യാൻ മടിക്കാത്തവരാണവർ. എങ്ങനെയാണ് ഈ ഭയം നമ്മുടെ ഇടയിൽ രൂപപ്പെട്ടത്? ആരാണ് ഈ ഭയം രൂപീകരിക്കുന്നത്? മാരാറ് കലാപവും മലബാർ കലാപവും ജോസഫ് മാഷിന്റെ കൈവെട്ടിയും നമ്മുടെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചും ആക്രമണകാരികളായ ജനക്കൂട്ടത്തെ തെരുവിലിറക്കിയും അവർ ഭയം സൃഷ്ടിക്കുന്നുണ്ട്. ഒന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ വിശ്വാസത്തിൽ ജീവിക്കുക. അത് മറ്റുള്ളവരുടെ വിശ്വാസത്തെയും ജീവനെയും കൊന്നുതള്ളി സ്വർഗം നേടാനാകരുത്. ഇന്ത്യ ഇന്ന് സ്വർഗമാണ്. അത് സ്വർഗം കിട്ടാൻ നിങ്ങൾ നരകമാക്കരുത്. എന്താണ് മുസ്ലിങ്ങളെ ഇത്? നിങ്ങൾ വലിയ സമാധാന മതക്കാരാന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിലുടനീളം നിങ്ങൾ ഭയം സൃഷ്ടിക്കുകയാണല്ലോ. നിങ്ങളെ പേടിച്ചിട്ട് മറ്റുള്ള മതവിശ്വാസികൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. സമാധാനത്തിൻ്റെ വാഹകരായ നിങ്ങളുടെ പ്രവർത്തകർ നാട്ടിലുണ്ടാക്കുന്ന അക്രമങ്ങൾ കാരണം ഇവിടുത്തെ ഹിന്ദുവിനും ക്രിസ്ത്യാനികൾക്കും ഒരു സ്ഥാപനം തുടങ്ങാനോ തുടങ്ങിയ സ്ഥാപനങ്ങൾ നേരെ ചൊവ്വേ നടത്തിക്കൊണ്ട് പോകാനോ പറ്റാത്ത അവസ്ഥയാണല്ലോ. ഇതാണോ ഇസ്ലാമിൻ്റെ സമാധാനം? ഇതാണോ മുസ്ലിങ്ങളുടെ സംസ്കാരം? മുസ്ലിങ്ങളെ സമാധാന മതക്കാരെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം. എല്ലാവരും നിങ്ങളെ പേടിച്ചൊരു ഭാഗത്ത് മിണ്ടാണ്ട് ഒതുങ്ങിക്കൂടും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഫാദർ ജോസഫ് കിഴക്കേക്കരയെ പോലെയുള്ള പുതിയ താരങ്ങൾ ഉദയം ചെയ്യും. പിതാവിനെ പോലെയുള്ള ചുണക്കുട്ടികൾ നിങ്ങൾ അഴിച്ചുവിടുന്ന അക്രമങ്ങളെ, നിങ്ങൾ ഉയർത്തുന്ന ഭീഷണിയൊക്കെ ധൈര്യസമേതം ചോദ്യം ചെയ്യും. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ, ഇന്ത്യ നിലവിൽ ഒരു സ്വർഗരാജ്യമാണ്. ലോകത്തെ ഒരേ ഒരു സ്വർഗരാജ്യം ഇപ്പോൾ ഇന്ത്യയാണ്. നിങ്ങൾക്ക് പരലോകത്ത് ഹൂറികളെയും സ്വർഗവുമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് നിലവിൽ സ്വർഗരാജ്യമായ ഇന്ത്യയെ ദയവ് ചെയ്ത് നിങ്ങൾ നരകമാക്കരുത്. പ്രിയപ്പെട്ട പിതാവേ, താങ്കൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം 100% ശരിയാണ്. ആവേശകരമായ താങ്കളുടെ വാക്കുകളെ ഞാൻ ഏറ്റെടുക്കുന്നു, പിന്തുണയ്ക്കുന്നു. മുക്തകണ്ഠം താങ്കളെ ഞാൻ പ്രശംസിക്കുന്നു. പ്രിയപ്പെട്ട പിതാവേ, താങ്കൾ നമ്മുടെ ഇന്ത്യ രാജ്യം ഒരു സ്വർഗരാജ്യമാണെന്ന് പറഞ്ഞ ആ വാക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. അപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. സ്വർഗരാജ്യമായി മാറിയ നമ്മുടെ ഇന്ത്യയുടെ സ്വർഗീയമായ കാഴ്ചകളും അനുഭൂതികളുമൊക്കെ നമുക്ക് കൂടുതലായി കാണാൻ കഴിയുക അങ്ങ് വടക്കേ ഇന്ത്യയിലാണല്ലോ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആ വടക്കേ ഇന്ത്യയിൽ അവിടെയുള്ള കുറച്ച് സംഘപരിവാർ നമ്മുടെ ഒരു പാസ്റ്റർക്ക് ഗംഭീരമായ ഒരു സ്വീകരണം കൊടുത്തു. സ്വർഗീയമായ സ്വീകരണം. സ്വീകരണത്തിൻ്റെ അവസാനം സ്വർഗീയമായ ഭക്ഷണവും പാസ്റ്ററെ തീറ്റിച്ചിട്ടാണ് അവർ വിട്ടത്. പ്രിയപ്പെട്ട പിതാവ് അറിഞ്ഞിരുന്നോ ആ വാർത്ത? പിതാവ് അറിയാനുള്ള സാധ്യതയില്ല. കാരണം ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലും ഈ സമാധാന മതക്കാരായ മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്ന അക്രമങ്ങൾക്കും അശാന്തി നിറഞ്ഞ അന്തരീക്ഷത്തിനുമെതിരെ ആഞ്ഞടിക്കുന്നതിനിടയിൽ ചിലപ്പോൾ പിതാവിനത് ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഇതാണ് പിതാവെ ആ വാർത്ത. ഒഡീഷയിൽ പാസ്റ്ററെ ചെരുപ്പുമാല അണിയിച്ച് തെരുവിലൂടെ നടത്തിച്ചു. അവസാനം ചാണകം തീറ്റിച്ചു ബജ്റംഗ് ദൾ പ്രവർത്തകർ. നമ്മുടെ രാജ്യത്ത് സംഘപരിവാർ ഒരു പാസ്റ്ററെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പുതിയ വാർത്തയല്ല. ചെരുപ്പുമാല അണിയിച്ച് തെരുവിലൂടെ നടത്തിക്കുന്നതും പുതിയ വാർത്തയല്ല. പക്ഷേ ചാണകം തീറ്റിച്ചത്, അതും ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അച്ഛൻ്റെ വായിൽ ചാണകം കുത്തിക്കയറ്റിയത് ഒരു പുതിയ വാർത്തയാണ്. സ്വർഗരാജ്യമായ ഇന്ത്യയിൽ നമ്മുടെ പാസ്റ്റർക്ക് സംഘപരിവാർ കൊടുത്ത സ്വർഗീയമായ സ്വീകരണം കുറച്ചു കൂടിപ്പോയി, അല്ലേ അച്ചോ? പക്ഷേ ഈ വാർത്ത പുറത്തു വന്ന് ഏതാണ്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും പ്രിയപ്പെട്ട പിതാവ് ഇതുവരെ ഇതിനെക്കുറിച്ച് കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. അതുപോട്ടെ, ഇക്കഴിഞ്ഞ 20-ാം തീയതിയുടെ പ്രത്യേകത എന്തായിരുന്നു എന്ന് പ്രിയപ്പെട്ട പിതാവിന് ഓർമ്മയുണ്ടോ? ഒഡീഷയിൽ കുഷ്ഠരോഗികൾക്കും ആദിവാസികൾക്കും ഇടയിൽ പ്രവർത്തിച്ചിരുന്ന ഗ്രഹാം സ്റ്റെയിൻ എന്ന ഓസ്ട്രേലിയൻ വംശജനായിരുന്ന പാസ്റ്ററെയും അദ്ദേഹത്തിൻ്റെ 6-10 വയസ്സുകളുള്ള 2 ആൺമക്കളെയും കാറിലിട്ട് സംഘപരിവാർ ഇതേ ബജ്റംഗ് ദൾ പച്ചയ്ക്ക് ചുട്ടുകൊന്നതിൻ്റെ 27 വർഷങ്ങൾ തികഞ്ഞ ദിവസമായിരുന്നു. ലോകത്ത് മനസാക്ഷിയുള്ള മനുഷ്യരെല്ലാം, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിശ്വാസികളെല്ലാം ആ വിതുമ്പുന്ന ഓർമ്മകളിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങകലെ സ്വർഗരാജ്യമായ മഹാരാഷ്ട്രയിൽ 4 ക്രൈസ്തവരുടെ വീടുകൾ സംഘപരിവാർ അഗ്നിക്കിരയാക്കുകയായിരുന്നു. എന്തായിരുന്നു കാരണമെന്നറിയുമോ? ആ ക്രിസ്ത്യാനികളോട് മതം ഉപേക്ഷിച്ച് ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ സംഘപരിവാർ ആവശ്യപ്പെട്ടു. അവരെ ഭീഷണിപ്പെടുത്തി ആക്രമിച്ചു. അതിനൊന്നും വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ സംഘപരിവാർ അവരുടെ വീടുകൾ കത്തിച്ച് ചാമ്പലാക്കി. സ്വർഗരാജ്യമായ നമ്മുടെ ഇന്ത്യയിൽ സംഘപരിവാർ കാണിക്കുന്ന സ്വർഗീയമായ പ്രവർത്തികൾ കുറച്ച് അതിര് കടക്കുന്നില്ലേ പിതാവേ? പക്ഷേ ഈ വാർത്ത പുറത്തു വന്നിട്ടും പിതാവിൻ്റെ പ്രതികരണങ്ങളൊന്നും കണ്ടില്ലല്ലോ. ആ സമാധാന മതക്കാരുടെ അക്രമങ്ങൾക്കെതിരെയുള്ള ആഞ്ഞടിക്കൽ ഇനിയും അവസാനിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഈ വാർത്തയും പിതാവ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അല്ലേ? എന്നാൽ ഇതിനിടയിൽ പിതാവിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. സമാധാന മതക്കാരായ മുസ്ലിങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന അക്രമത്തിനും ഭയത്തിനുമെതിരെ ആഞ്ഞടിക്കുന്നതിനിടയിൽ പിതാവിന് ആരൊക്കെയോ ചേർന്ന് സംഘികളെന്ന് വിളിച്ചു. അപ്പോൾ കുറച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വിലപ്പെട്ട സമയം കണ്ടെത്തി ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ പിതാവ് പ്രതികരിച്ചു. ക്രിസ്മസിനുണ്ടായ അക്രമങ്ങളും കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതുമായ പല വിഷയങ്ങളും അച്ഛൻ വളരെ വിശദമായി തന്നെ സംസാരിച്ചു. പക്ഷേ ആ പ്രതികരണങ്ങളിൽ എവിടെയും ഇത്തരം അക്രമങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘപരിവാറിൻ്റെ പേര് പറയാൻ എന്താണ് പിതാവേ താങ്കൾക്ക് ധൈര്യമില്ലാതെ പോയത്? മുസ്ലിങ്ങൾക്കെതിരെ നിരന്തരം സമാധാന മതക്കാരെന്ന് ആവർത്തിച്ച് പറയുന്ന താങ്കൾ എന്തുകൊണ്ടാണ് ഒരു വട്ടം പോലും സനാതന മതക്കാരെന്ന് പറയാനുള്ള ആർജവം കാണിക്കാത്തത്?
എന്തുകൊണ്ടാണ് ആ ധൈര്യമില്ലാത്തത്? ഉളുപ്പുണ്ടോ ജോസഫ് കിഴക്കേക്കരെ തനിക്ക്? സംഘപരിവാറിനെ സൂചിപ്പിക്കാൻ വേണ്ടി കാസയുടെ വേദങ്ങൾ അതുപോലെ വായിക്കുന്ന താൻ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളിൽ പ്രതിസ്ഥാനത്ത് വരുന്ന സംഘപരിവാർ സംഘടനകളുടെ പേര് പറയാൻ തനിക്ക് എന്താണ് പിതാവേ ധൈര്യമില്ലാത്തത്? ഹസൻ കരുനാഗപ്പള്ളി എന്ന ഞാൻ, മുസ്ലിമായ ഞാൻ, ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങളെക്കുറിച്ച് എത്രയോ വീഡിയോകൾ ഈ ചാനലിലൂടെ ചെയ്തിട്ടുണ്ട്. എൻ്റെ നല്ലവരായ എത്രയോ ക്രൈസ്തവ വിശ്വാസികൾക്ക്, സുഹൃത്തുക്കൾക്ക് അത് അറിയാവുന്ന കാര്യമാണ്. ആ വിഷയങ്ങളിലെല്ലാം, ആ പ്രശ്നങ്ങളിലെല്ലാം, ആ വാർത്തകളിലെല്ലാം പ്രതിസ്ഥാനത്ത് വരുന്ന സംഘപരിവാർ സംഘടനകൾ, RSS ആയാലും VHP ആയാലും ബജ്രംഗ് ദൾ ആയാലും ഏത് സംഘടനകളായാലും ആ സംഘപരിവാർ സംഘടനകളുടെ പേരുകൾ പറയാനുള്ള ധൈര്യവും ആർജവും എല്ലാ കാലത്തും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെ അക്രമങ്ങൾ അഴിച്ചുവിടുന്ന സംഘപരിവാർ സംഘടനകളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കാനുള്ള നട്ടെല്ല് തൻ്റെ ഇടം തനിക്കുണ്ടോ പിതാവേ? തന്നെ ഞാൻ വെല്ലുവിളിക്കുകയാണ്. താൻ എന്താ പറഞ്ഞത്? നമ്മുടെ രാജ്യത്ത് സമാധാന മതക്കാർ, മുസ്ലിങ്ങൾ അഴിച്ചുവിടുന്ന അക്രമങ്ങൾ കാരണം ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് അവരുടെ സ്കൂളുകളോ മറ്റ് സ്ഥാപനങ്ങളോ സമാധാനത്തോടു കൂടി നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് എന്ന് അല്ലേ? ദാ ഈ കാണുന്നത് ഏറ്റവും പുതിയ വാർത്തയാണ്. ഡൽഹിയിലെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂള് അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംഘപരിവാർ പ്രശ്നമുണ്ടാക്കുകയാണ്. ഒന്നുകിൽ സ്കൂൾ അടച്ചുപൂട്ടണം, അല്ലെങ്കിൽ ഗുരുകുല സമ്പ്രദായമോ അതല്ലെങ്കിൽ പശുത്തൊഴുത്തോ ആക്കി മാറ്റണം. ഇനി അതുമല്ലെങ്കിൽ സ്കൂളിൻ്റെ പേര് മാറ്റി ഹർ ഹർ മഹാദേവൻ എന്നാക്കണം. ആരാണ് പിതാവെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? നിങ്ങൾ നിരന്തരം വീഡിയോയിലൂടെ സമാധാന മതക്കാരെന്ന് പറയുന്ന മുസ്ലിങ്ങളല്ല, സനാതന മതക്കാരായ സംഘികളാണ്. സംഘടനയുടെ പേരെന്താന്ന് പിതാവിന് അറിയാമോ? ഗ്രഹാം സ്റ്റെയിനെ ചുട്ടുവന്ന, പാസ്റ്റർ ചാണകം തീറ്റിച്ച, മഹാരാഷ്ട്രയിൽ 4ഓളം വീടുകൾ അഗ്നിക്കിരയാക്കിയ അതേ സംഘടന ബജ്രംഗ് ദൾ. അവരുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കാനുള്ള ചങ്കൂറ്റമുണ്ടോ തനിക്ക്? അതിനുള്ള ആംബിയറുണ്ടോ? ധൈര്യമുണ്ടോ? വെല്ലുവിളിക്കുകയാണ് പിതാവെ താങ്കളെ ഞാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട പിതാവെ, ഇല്ലാത്ത ശത്രുവിനെ സൃഷ്ടിച്ച് ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി യഥാർത്ഥ ശത്രുവായ കാസയെയും സംഘപരിവാറിനെയും സംരക്ഷിക്കാനുള്ള തൻ്റെ ഈ ചട്ടുകം കളിയുണ്ടല്ലോ, തൻ്റെ ഈ മൂന്നാം കിട ജൽപ്പനങ്ങളുണ്ടല്ലോ, അത് ഇവിടുത്തെ സത്യക്രിസ്ത്യാനികൾ തിരിച്ചറിയും. താങ്കൾ ധരിച്ചിരിക്കുന്ന ഈ ലോഹയുണ്ടല്ലോ, ഈ വിശുദ്ധമായ വസ്ത്രം, അതിൻ്റെ വിശുദ്ധി താങ്കളുടെ മനസ്സിന് നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. മുസ്ലിം വിരുദ്ധതയും വെറുപ്പും പ്രചരിപ്പിച്ച് താങ്കളുടെ മനസ്സ് മലിനമായിരിക്കുന്നു. ഈ യാഥാർത്ഥ്യം ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സത്യക്രിസ്ത്യാനികൾ, ബോധമുള്ള ക്രിസ്ത്യാനികൾ, തന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ക്രിസ്തുവിൻ്റെ അധ്യാപനങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന, പറയുന്ന, പ്രവർത്തിക്കുന്ന ക്രിസ്ത്യാനികൾ, തന്നെപ്പോലെയുള്ള കപടന്മാരെ ഒറ്റുകാരുടെ തിരുവസ്ത്രം അഴിച്ചു വെപ്പിച്ച് നിങ്ങളെ വിചാരണ ചെയ്യുന്ന കാലം വിദൂരമല്ല എന്ന് ഞാൻ താങ്കളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു.